പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവരെ, ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ, എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ, ഇനി മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ഉടമ്പടിയിൽ അസ്വാരസ്യങ്ങളുള്ളവരെ, ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ, മക്കള് ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുപോലെ ജീവിക്കാൻ വിചാരിച്ച് നിരാശപ്പെട്ട് ഭിത്തിക്ക് കീഴടങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി 19 മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ച് നൽകുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്യുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ, അവർക്ക് പുതിയ കാലത്തേക്ക്, പുതിയ ചകര സമയത്തേക്ക് വള്ളവും വിലയും ഒരുങ്ങി വരാത്തവരെ, അതിനുള്ള പണം കിട്ടിയത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവരെ, അവരെ ഈശോയുടെ നാമത്തെ ആശീർവദിക്കുന്നു. വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ, തൊഴിലാളികൾ തൊഴിൽ വേണ്ട പോലെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നവരെ, അവരുടെ കമ്പനികളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ, അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തൊഴിൽ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, അവർക്കതുകൊണ്ടാണ് ന്യൂനതകൾ, പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പടലപ്പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സങ്കടങ്ങളെ, അവരുടെ ഭാരങ്ങളെ വിടുതൽ ചെയ്യുന്നു. മക്കൾക്കൂടെ ആശങ്കയുള്ളവർ, മക്കളോർത്ത് പ്രയാസപ്പെടുന്നവർ, മക്കളുടെ പഠനത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടിക്കൊടുക്കാൻ പറ്റാത്തവർ, അതിനുള്ള പണമില്ലാത്തവർ, പണത്തിൻ്റെ സോഴ്സ് കാണാത്തവരെ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സോഴ്സ് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുവാമേ.